കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് അത് കറുത്ത പുകയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രൗണ്ടിൽ നിന്നപ്പോ അച്ഛനുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് പുതിയ വളരെ കാത്തിരുന്നത്. ആരും തന്നെ പോകാതെ ഇവിടെ വലിയ പ്രശ്നത്തോടെ കാത്തിരിക്കും. കാരണം മാർപ്പാപ്പയുടെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു 7 മണിയോടുകൂടി നമുക്ക് പുക പുറത്തു വരുമെന്നും എലക്ട് ചെയ്യപ്പെട്ടോ ഇല്ലേ എന്ന് അറിയാൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ 8 മണിയായിട്ടും 8:30 കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു പുക പുറത്തു വരാത്തത് കൊണ്ട് ഒരു പക്ഷേ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കാം എന്നുള്ള ഒരു സെൻസേഷൻ, ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിൽ വന്നിരുന്നു. എന്റെ മനസ്സിൽ ആ കൂട്ടത്തിൽ വന്നിരുന്നു അങ്ങനെ ഒരു ചിന്ത. ഏതായിരുന്നാലും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ബലം പ്രയോഗിച്ച് നേടിയെടുക്കുന്നതിൽ അർത്ഥമില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രഭാഷകന്റെ പുസ്തകം അവസാനത്തെ അധ്യായം, അവസാനത്തെ വചനം ഇങ്ങനെയാണ് പറയുക: നീ നിന്റെ കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക, ദൈവം തന്റെ സമയത്ത് അതിനുള്ള പ്രതിഫലം തരും എന്ന് പറഞ്ഞോണം കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ സമ്മിശ്ര വികാരമായിരുന്നു. ചിലരെല്ലാം സങ്കടപ്പെട്ടു, ചിലരെല്ലാം വിഷമിച്ചിരിക്കുന്നു, ചിലർ സന്തോഷത്തോടെ വീണ്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. ഏതായാലും വ്യത്യസ്തമായ വിചാര ചിന്തകളോടുകൂടിയാണ് പ്യാറ്റ്സയിലെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ജനം പ്രാർത്ഥന തുടങ്ങി വെച്ചാൽ ഈ പോകുന്ന ജനം തീർച്ചയായിട്ടും പ്രാർത്ഥന തുടരും അവരുടെ യാത്രയിലും ഒക്കെ. നമ്മുടെ അല്ലെ, നിരാശയോടെയാണ് വിശ്വാസികൾ, അവിടെ കൂടിയിരുന്ന വിശ്വാസികൾ തിരികെ പോകുന്നത് അല്ലെ? കാരണം കറുത്ത പുക ഉയർന്ന ഉടനെ അതിനെ എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. മറിച്ച് അവർക്കൊരു സങ്കടം. തീർച്ചയായും ഇത്ര മണിക്കൂറുകൾ കാത്തിരുന്ന് എത്രയും പെട്ടെന്ന് മാർപ്പാപ്പ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കരുതിയത്. പക്ഷെ തീർച്ചയായും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ നിശ്ചയത്തിന്റെ ഭാഗമാണ്. അത് മാനുഷിക പദ്ധതികളുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഇനിയും കാത്തിരിക്കാം. നാളെ കൂടി വോട്ടെടുപ്പുകൾ നടക്കാനുണ്ട്. ഒരു പ്രത്യേകമായ കാര്യം ഓർക്കാനുള്ളത്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത് ഇതുപോലെ ആദ്യ ദിനമായിരുന്നില്ല, മറിച്ച് 2ാമത്തെ ദിവസം അവസാന റൗണ്ടിലെ വോട്ടെടുപ്പിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത്, 5ാം റൗണ്ടിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മണിക്കൂറുകൾ കാത്തിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, പ്രായമായവരുൾപ്പെടെ, വീൽ ചെയറിൽ രോഗികളുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. നാനാവിധ രാജ്യങ്ങളിൽ നിന്ന്, മെക്സിക്കോയിൽ നിന്ന് ഒരു ആക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ പൊളിറ്റീഷ്യനാണ്. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇവിടെ വന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു ജനനിര വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഇപ്പൊ ജനങ്ങളെ കാണാൻ നിങ്ങൾക്ക് വലിയൊരു ജനാവലിയാണ്. പ്രതീക്ഷകളോടുകൂടി വന്ന് ചിമ്മിനിയിൽ വന്ന പുക കണ്ട് സങ്കടപ്പെട്ട് പോയിരിക്കുന്നത്. പക്ഷെ സങ്കടത്തിന് നമുക്ക് വകയില്ല. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ സമയം, അതാണ് പ്രധാനപ്പെട്ടത്. ഇന്നത്തെ പരിശുദ്ധ ബലി എത്തിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ആന്റിഫൺ ഇങ്ങനെയായിരുന്നു. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള ആ ബലിയുടെ ആന്റിഫൺ എങ്ങനെയായിരുന്നു? അതിനെങ്ങനെയാണ് പറഞ്ഞത്? കർത്താവ് തനിക്ക് ഇഷ്ടപ്പെട്ട, തന്റെ ഇണങ്ങിയ ഒരു ഇടയനെ തരും എന്നാണ് ഇന്നത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള ബലിയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കർത്താവ് തന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ഇടയനെ തരുവാൻ ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ നമുക്ക് നാളെയും കാത്തിരിക്കാം. അതുപോലെ സംഭവിക്കട്ടെ, തുടരാം എന്നാണ് പറയാനുള്ളത്. സമയക്രമങ്ങളൊക്കെ ഒന്ന് പറയാ വച്ചാ വീണ്ടും ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. തീർച്ചയായിട്ടും പറയാം. നാളെ ഹലോ, ഓക്കെ അച്ഛാ, സമയക്രമത്തിലേക്ക് വരാം. എന്തായാലും ഹലോ ജോബിച്ച അവിടുന്ന് ഓക്കെ. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ. കാരണം ഇവിടെ ഏകദേശം സമയം 1 മണിയോട് 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. 12 കഴിഞ്ഞ് 1 മണി അടുക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം നമുക്ക് ഇന്ന് ഇരിക്കേണ്ടതായിട്ട് വന്നു. എന്തായാലും നാളെ കൃത്യം ഇന്ത്യൻ സമയം രാവിലെ 10:00 കൂടി തന്നെ നമ്മൾ ഈ ഒരു തത്സമയ സംരക്ഷണം ആരംഭിക്കും. നാളെ 4 ഘട്ട വോട്ടെടുപ്പാണ്.
അതുമായി ബന്ധപ്പെട്ട് മറ്റു വാർത്തകളിലേക്കൊക്കെ വരാം. എന്തായാലും താങ്ക് യു ജോബി അച്ഛ, വത്തിക്കാനിൽ നിന്നും ഇത്രമാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളും ഗുഡ്നസിനും അഭിനന്ദനം. ഇത്രയും നേരം ക്ഷമയോടെ പ്രാർത്ഥനയോടെ ഇതെല്ലാം ജനങ്ങളെ കാണിച്ചവർക്ക് വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കണം. ഏതായാലും ദൈവം നടക്കട്ടെ, പ്രാർത്ഥനകൾ തുടരാം. ഓക്കെ അച്ഛാ, താങ്ക് യു.